പാകിസ്ഥാനിലെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക മുൻപും പാക് ക്രിക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. 2009 ഭീകരാക്രമണം അത്തരം ആശങ്കകൾ വർദ്ധിപ്പിച്ചു. മറ്റു രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പാകിസ്ഥാനിലേക്ക് പോകാതെയായി. മത്സരവേദിയായി പോലും പാകിസ്ഥാൻ പരിഗണിക്കപ്പെട്ടില്ല. 1996 ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കുമൊപ്പം ഏകദിന ലോകകപ്പിന് വേദിയായ ശേഷം 3 പതിറ്റാണ്ടിനിപ്പുറമാണ് പാകിസ്ഥാൻ മറ്റൊരു ICC ടൂർണമെന്റിന് വേദിയാകുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് പാക് മണ്ണ് വേദിയൊരുക്കുമ്പോഴും ഇന്ത്യ അവിടെ കളിക്കുന്നില്ല. ഒരു രാജ്യമായിരുന്നവർ വിഭജിക്കപ്പെട്ട ശേഷം പിന്തുടർന്ന രാഷ്ട്രീയ മതപ്രമാണങ്ങളുടെ നിഴലുകൾ കായിക രംഗത്തും വീണു പതിഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര രാഷ്ട്രീയം, യുദ്ധങ്ങൾ, ഭീകരാക്രമണങ്ങൾ എന്നിവ ചേർന്നാണ് ഇരു രാജ്യങ്ങളുടെയും ക്രിക്കറ്റ് ബന്ധത്തെയും നിർവചിക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യ പാക് ക്രിക്കറ്റ് പോരാട്ടത്തെ വീറും വാശിയുമുള്ളതാക്കി മാറ്റുന്നത്. 1952 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിന് തുടക്കം. പിന്നീട് 1954-55 പാകിസ്ഥാനും 60-61 ഇന്ത്യയും ടെസ്റ്റ് പരമ്പരയ്ക്ക് ആതിഥ്യം വഹിച്ചു. 10 മത്സരങ്ങളും സമനിലയിലാണ് കലാശിച്ചത്. 1965 1971 യുദ്ധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ക്രിക്കറ്റ് ബന്ധത്തെ സാരമായി ബാധിച്ചു. വർഷങ്ങളോളം ക്രിക്കറ്റ് ബന്ധം നിലച്ചു. 1978 വീണ്ടും അത് സജീവമാകുന്നത്. 1984 ഇന്ത്യ പാകിസ്ഥാനിലെത്തി. 3 ടെസ്റ്റ് മത്സരങ്ങളിൽ 2 സമനിലയിൽ അവസാനിച്ചു. എന്നാൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് അവസാന ടെസ്റ്റ് മത്സരം ഉപേക്ഷിച്ച് ഇന്ത്യൻ ടീം തിരികെ പോന്നു.